പോലീസിന് പിടികൊടുക്കാതെ അർജുൻ ആയങ്കി ഒളിവിൽ നിന്ന് വീണ്ടും ആഭ്യന്തരമന്ത്രിയെയും സർക്കാരിനെയും വെല്ലുവിളിക്കുകയാണ്. ഇതോടുകൂടി തന്നെ അർജുനെ തപ്പി സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിക്കുകയാണ്. പാലിയക്കര ടോൾ പാസ് കടന്ന ആയങ്കിയുടെ കാറിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപക തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയെ കണ്ടെത്തിയാൽ മുട്ടിന് താഴെ വെടിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് അർജുൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ആരെന്ത് ചെയ്താലും തനിക്ക് ഭയമില്ല എന്നും മുട്ടിന് വെടിവെച്ചാൽ പോലും മുട്ട് കുത്തില്ല എന്ന കൊലവിളിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അർജുനെ തപ്പി പോലീസ് രാജ്യമൊട്ടാകെ തന്നെ വല വിരിച്ചിരിക്കുകയാണ്. തൃശൂരിന് പുറമെ തന്നെ സമീപ ജില്ലകളിലും സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിലും പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്രയേറെ ജാഗ്രതയ്ക്കിടയിൽ പോലും ആയങ്കിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ആയങ്കി ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന സംശയമായി തന്നെ ഉയരുന്നത്. അതേസമയം കേസിൽ മറ്റൊരു നിർണായക ചോദ്യവും ഉയരുകയാണ്. ഒളിവിൽ കഴിയുന്നതിനിടെ തന്നെ ആയങ്കിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്റുകൾ ആയങ്കി തന്നെയാണോ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത് എന്നതാണ്. അതോ ഇയാളുടെ സംഘത്തിലുള്ള മറ്റാരെങ്കിലും അക്കൗണ്ട് കൈകാര്യം ചെയ്യുകയാണോ? ഇക്കാര്യവും അന്വേഷണ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് പോലീസും നിലവിലെ സംസ്ഥാനത്തിനുമെതിരെ കടുത്ത വെല്ലുവിളി നടത്തിക്കൊണ്ട് പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയങ്കിയുടെ പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തങ്ങളെ തീവ്രവാദിയാക്കി മാറ്റിയത് സിസ്റ്റമാണ്, അതായത് ഇവിടുത്തെ സിസ്റ്റമാണ് അത്തരത്തിലൊരു തീവ്രവാദി പട്ടം അവർക്ക് നൽകിയതെന്നും തനിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടായാലും കീഴടങ്ങില്ല എന്നതുമുള്ള തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇവിടെ പോസ്റ്റിൽ അതിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നത്. പോസ്റ്റിന് പിന്നാലെ തന്നെ നിരവധി പേർ പിന്തുണയുമായി കമന്റ് ഇട്ടതും അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ആയങ്കിയുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ പോസ്റ്റുകൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് സൈബർ സംഘം പരിശോധിച്ചു വരുന്നത്. മാത്രമല്ല, ഇതിലൂടെ തന്നെ ഉയരുന്ന ചോദ്യങ്ങളാണ്: ആയങ്കി എവിടെയാണ്? പാലിയക്കര ടോൾ പാസിനടുത്തായി കാറിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. തൃശൂരിലും അയൽ രാജ്യങ്ങളിലും പരിശോധന ശക്തമാക്കുകയാണ്. അതിർത്തി മേഖലകളിലും നിരീക്ഷണം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത് വലിയൊരു തലവേദനയായി തന്നെ മാറുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ആയങ്കി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ട് എങ്കിൽ അത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ ആശങ്കകളിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നതാണ്. മാത്രമല്ല, ആയങ്കി പുറത്തുവിട്ടിരിക്കുന്ന പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇത് ഇങ്ങനെയാണ്: നേരത്തെ കള്ളക്കേസിൽ കുടുക്കിയ കോതമംഗലം CAയ്ക്ക് പണി വെച്ചിട്ടുണ്ട് എന്നും പറ്റുമെങ്കിൽ എന്നെ പിടിച്ചോ എന്നും തുറന്നടിച്ചുകൊണ്ട് അർജുൻ പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ കീഴടങ്ങാമെന്ന് കരുതിയതാണ് എന്നും എന്നാൽ അല്ലാതെ തന്നെ പിടിച്ചേ അടങ്ങൂ എന്നാണ് എങ്കിൽ വന്ന് പിടിക്കൂ എന്നും ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും ജാമ്യം എടുത്ത ശേഷം മാത്രമേ പുറത്തു വരൂ എന്നും അർജുൻ ഇവിടെ പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെ വധഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തത് ആഭ്യന്തര വകുപ്പിനും പോലീസിനും വലിയ അഭിമാന പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട്. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ 11 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അർജുന് ഒളിവിൽ കഴിയാൻ സഹായിച്ച 2 പേരെയും സഹോദരനായ അഖിലിനെയും തൃശൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും തൃശൂരിൽ വെച്ച് വാഹനം മാറി അർജുനാകട്ടെ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക അതിർത്തിയിലേക്ക് മാറാനാണ് സാധ്യതയെന്ന നിഗമനം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ ഉള്ളടക്കം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കടലിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലാണ് ഞാൻ ഉള്ളതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ റോഡരികിലിരുന്ന് കരയുന്ന ആ സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ നേരത്തെ കിട്ടുമായിരുന്നു. വെറും 4 കേസ് മാത്രം അവശേഷിക്കുന്ന എന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തീവ്രവാദിയാക്കി മാറ്റിക്കൊണ്ട് വെടിവെക്കാനൊക്കെയാണ് ഉത്തരവിട്ടത്. കള്ളക്കേസിൽ ജയിലിലാക്കിയപ്പോൾ ജീവിതം താറുമാറായ ആളാണ് ഞാൻ. എന്നെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണ്. മാനസിക രോഗത്തിലോ അല്ലെങ്കിൽ മദ്യലഹരിയിലോ അല്ല, ബോധപൂർവത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചത്. എന്നെ കള്ളക്കേസിൽ ജയിലിൽ അടച്ച കേസ് പുനരന്വേഷണം നടത്തണം. അയാൾ എന്തിനിങ്ങനെ ചെയ്തു? ഞങ്ങളെ 6 പേരെ ജയിലിൽ അടച്ച് ദ്രോഹിച്ചുവെന്ന് അയാൾ മറുപടി പറഞ്ഞേ മതിയാകൂ. മുറിവേറ്റവന്റെ, സ്വപ്നങ്ങൾ തകർന്നവന്റെ, ജീവിതം താറുമാറായവന്റെ, സ്വന്തം മകനെ ഒപ്പം നിർത്തി ലാളിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടവന്റെ വേദന, ആ പകയും പ്രതികാരവുമാണിത്. പിന്നെയാവുന്നു അല്ലെങ്കിലും ചത്താലും എനിക്ക് ഭയമില്ല, മുട്ടിന് താഴെ വെടിവെച്ചാൽ പോലും ഞാൻ മുട്ടുകുത്തില്ല എന്നതാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.